കേരളത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ട് എപ്പോഴും ഇടതുപക്ഷത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഇത്തവണയും അങ്ങനെ തന്നെയാണ്. മറ്റ് പാർട്ടികളിലും പ്രതിപക്ഷത്തിലുമാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവഗണിച്ചു പോകാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ലാത്ത ഇപ്പോൾ വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള സംഘടനകളുമായി സന്ധി ചെയ്ത് മത്സരിക്കുന്നു. ഇതെല്ലാം കേരളം മനസ്സിലാക്കും. മറ്റേ നമുക്കറിയാം, പൊതുവേ ഇപ്പം പ്രതിപക്ഷം ആരോപിക്കുന്ന ഈ ശബരിമല പോലുള്ള വിഷയങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ബാധിക്കും? ശബരിമല നോട്ടപ്പശക് വന്നിട്ടുണ്ട് എന്ന് ഗോവിന്ദമാഷ് സംസാരിച്ചു. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ട കാര്യമില്ല. കാരണം ശബരിമല ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതൊരു നയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. കേസിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് ജനാധിപത്യ പ്രസ്ഥാനത്തിലും ചില അപഭ്രംശങ്ങളും ചില കേസുകളും ഉണ്ടാവാം. അതുപോലെ ഒരു കേസ് വന്നിരിക്കുന്നു, അതിനെതിരെ കർശനമായ നടപടി എടുത്തു. അവരിപ്പോൾ ജയിലിലാണ്. അതുകൊണ്ട് ശബരിമല ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല, ബാധിക്കില്ല. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പൊതുവേ ഇപ്പോൾ ഒരു തുടർ ഭരണത്തിലേക്ക് LDF എത്തും? തൃശ്ശൂർ കോർപ്പറേഷനിൽ അഭൂതപൂർവമായ വളർച്ചയുണ്ടായ വർഷമാണ് പിന്നിട്ട് 5 വർഷം. ഞാൻ MLA എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ, ഉദ്ദേശം 30-35 കോടി രൂപ ചെലവ് ചെയ്തിട്ടുണ്ട്. ചെലവ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നല്ല, ഗവൺമെൻറ്റിൻ്റെ പണം, നമുക്ക് അനുവദനീയമായ പണം ജനാധിപത്യാധിഷ്ഠിതമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. ജനറൽ ആശുപത്രി, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, അതുപോലെ തന്നെ സ്പോർട്സ്, സാംസ്കാരിക രംഗം, ഇങ്ങനെ വ്യത്യസ്തമായ ദിശയിലേക്ക്. പിന്നെ അതുപോലെ ഗതാഗത സൗകര്യത്തിൻ്റെ കാര്യത്തിൽ 45 BMBC റോഡുകൾ, സ്കൈവേ, പുതിയ വടക്കേ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവന്ന ഒരു സമയമാണിത്. മേയറുടെ ചില പ്രചരണത്തിൽ ഇറങ്ങാത്തത് അത്തരത്തിൽ എന്തെങ്കിലും ബാധിക്കും? കാരണം ഒരു നയിച്ചുകൊണ്ടിരുന്ന ഒരാൾ, മേയർ ഒരു വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ കാണുന്നത്. ആളൊരു വേറെ പാർട്ടിയുടെ ആളായിരുന്നു. റിബലായി നിന്ന് ജയിച്ചു. റിബലായി നിന്ന് ജയിച്ചപ്പോൾ ഏതു പ്രസ്ഥാനവും ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തെ കൂട്ടിയിണക്കി ഇടതുപക്ഷ മുന്നണി ഒരു കോർപ്പറേഷൻ ഭരണം രൂപീകരിച്ചു. എന്നല്ലാതെ ഈ ഒരു കാലത്തും ഈ കോർപ്പറേഷൻ വികസനത്തിനോ കോർപ്പറേഷൻ്റെ ഭരണത്തിനോ തടസ്സമാകുന്ന വിധത്തിൽ അദ്ദേഹം നിന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിരുചികൾ എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് നടപ്പിലാക്കിയ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളെയാണ് തൃശ്ശൂർ വിലയിരുത്തേണ്ടത്. അപ്പം ഇത് തന്നെയാണ് ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ തന്നെയാണ് LDFും ഒപ്പം തന്നെ നിയോജകമണ്ഡലം MLA കൂടിയായ P. ബാലചന്ദ്രനും.